പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം പത്രങ്ങളിലെല്ലാം ധാരാളം ഉണ്ടല്ലോ ലഹരി വസ്തുക്കളുടെ ഉപയോഗം. അതുപോലെ തന്നെ അത് സിനിമയുമായി കണക്ട് ചെയ്തിട്ട് കുട്ടികളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ രണ്ടഭിപ്രായമുള്ളവർ കാണും. സിനിമയിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കാണിക്കുന്നത് കുട്ടികളിൽ ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നവരും കാണും, അങ്ങനെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നവരും കാണും. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റോഡിലൂടെ നടന്നു പോകുമ്പം ആ വഴിയിൽ അവിടെ ഇവിടെയൊക്കെ നിന്ന് സിഗരറ്റ് വലിച്ച് നിൽക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെ ആൾക്കാർ നിൽക്കാത്ത വഴിയിൽ കൂടെ നമുക്ക് കുട്ടികളെ സഞ്ചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സിഗരറ്റ് വലിക്കാൻ നിൽക്കുന്നവർ എവിടെ നിന്നും വലിക്കാൻ ധാരാളം ആൾക്കാർ കാണും. അപ്പോൾ ആ വഴിയെല്ലാം നമുക്ക് മാറ്റിവിടാൻ പറ്റില്ല. പക്ഷേ ആ വഴി നടന്നു പോയാലും അത് മോശമാണെന്നും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റൊക്കെ എന്താണെന്നും ഒരു കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും, ഇല്ലേ? സിഗരറ്റ് വലിക്കാത്ത വഴി നോക്കി നമുക്ക് കാണും, അങ്ങനെയുള്ള വഴികൾ കാണും. അതിൽ കുട്ടികൾ സേഫായിട്ട് പോവുകയും ചെയ്യും. അഥവാ ഇനി വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ നിന്ന് സിഗരറ്റ് വലിക്കുകയോ ഇതുപോലുള്ള മുറുക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വഴിയിൽ കൂടെ നമ്മുടെ കുട്ടികൾക്കൊന്ന് സഞ്ചരിക്കേണ്ട വന്നാൽ, അതായത് സിഗരറ്റ് വലിക്കണമെന്നല്ല, അവർ പോകുന്ന റോഡിൻ്റെ സൈഡിലൊക്കെ നിന്ന് അങ്ങനെ ചെയ്യുന്നവർ, സിഗരറ്റ് വലിക്കുന്നവരൊക്കെ കാണും. അപ്പോൾ ആ വഴി നമുക്ക് നടക്കേണ്ട വന്നാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, അതല്ലെങ്കിൽ അതിനെ എങ്ങനെ അവഗണിക്കാം എന്നുള്ള ഒരു അവബോധമാണ് കുട്ടികളിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയും ചീത്ത കുട്ടികളുമായിട്ട് കൂട്ടുകൂടരുത്, നല്ല കുട്ടികളുമായിട്ട് കൂട്ടുകൂടാവൂ, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോഴും നമ്മൾ ഒരു കാര്യം ഓർക്കണം, ലോകമെന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും ഒരുപോലെയല്ല. പല ടൈപ്പിലുള്ള ആൾക്കാർ, പല സ്വഭാവത്തിലുള്ള ആൾക്കാർ കാണും. അപ്പം ഏത് സാഹചര്യത്തിലൂടെ സഞ്ചരിക്കാനും ഒരു കുട്ടിയെ പ്രാപ്തമാക്കണം നമ്മൾ. കാരണം ഇനി അങ്ങോട്ട് മുമ്പോട്ടുള്ള ലോകം എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം ഭയങ്കര പക്ക പെർഫെക്റ്റായിട്ടുള്ളൊരു ലോകമൊന്നും ആയിരിക്കത്തില്ല. അപ്പം ഏതൊരു സാഹചര്യത്തിലൂടെ പോയാലും അതിൽ നിന്ന് നല്ലത് സെലക്ട് ചെയ്യാനും മോശത്തെ അവഗണിക്കാനുമുള്ള ഒരവബോധമാണ് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടത്. അതിനുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പറയേണ്ടത്. അതിപ്പോൾ ഒരു സിനിമ കണ്ടാലും അല്ലെങ്കിൽ വഴി ഇങ്ങനെയൊക്കെ പോകുന്ന കണ്ടാലും എങ്ങനെ കണ്ടാലും കുട്ടിയെ ബാധിക്കണമെന്നില്ല, ബാധിക്കുമായിരിക്കാം. പക്ഷേ നല്ലതിനെ സെലക്ട് ചെയ്യാനും ചീത്തയായിട്ടുള്ളതിനെ അവഗണിക്കാനും ഒരു കുട്ടിയെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ സിനിമ എന്നല്ല എന്ത് കാര്യം കണ്ടാലും നമുക്ക് കുട്ടീനെ അതിൽ നിന്ന് സേഫാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ നിരന്തരം അതിൻ്റെ ഉപയോഗവും അതുപയോഗിച്ചാൽ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ ഇതാണെന്ന് ഒരു കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഏത് സാഹചര്യത്തിലൂടെ കുട്ടി പോയാലും കുട്ടിക്കറിയാം നല്ലത് എടുക്കാനും ചീത്തയിനെ കളയാനും അറിയായിരിക്കും. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇതിലെത്രത്തോളം സത്യമുണ്ട് ഇല്ലയോ, അല്ലെങ്കിൽ ഞാൻ ഈ വിചാരിച്ച കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.